ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി. ഇന്ന് നമുക്ക് കുറച്ച് ഫ്രേസും അതുപോലെ തന്നെ ഇഡിയംസും ഒക്കെ പഠിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം ഇൻ ദ ലൈറ്റ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് കാരണം, അതുപോലെ തന്നെ അതിന്റെ വെളിച്ചത്തിൽ എന്നൊക്കെ പറയില്ലേ. നമുക്ക് എക്സാമ്പിൾ പറയാം, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഇൻ ദ ലൈറ്റ് ഓഫ്. In the light of given reports, the number of criminals will continue to increase. റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ കുറ്റവാളികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ഗിവൺ റിപ്പോർട്ട്സ്, നൽകപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ, നൽകപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ കണക്കിലെടുക്കുമ്പോൾ, the number of criminals will continue to increase. കുറ്റവാളികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. It was necessary to review the decision in the light of new developments. പുതിയ വികസനങ്ങൾ പരിഗണനയിലെടുക്കുമ്പോൾ നമ്മുടെ തീരുമാനത്തിന് പുനഃപരിശോധന ആവശ്യമാണ്. It was necessary to review the decision in the light of new developments. In the light of new developments, it was necessary to review the decision. അങ്ങനെയും പറയാം. അടുത്തത് അക്ഷരാർത്ഥത്തിൽ എന്നൊക്കെ പറയില്ലേ. ഒരു ഡൗട്ടും വേണ്ട, വളരെ ശരിയാണ്, അക്ഷരാർത്ഥത്തിൽ തികച്ചും ശരിയാണ്, യഥാർത്ഥത്തിൽ അതാണ്, അങ്ങനെയൊക്കെ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ ട്രൂ സെൻസ് ഓഫ് ദ വേർഡ്. ഇൻ ട്രൂ സെൻസ് ഓഫ് ദ വേർഡ്. എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ഹി ഈസ് വെരി ഹംബിൾ ഇൻ ട്രൂ സെൻസ് ഓഫ് ദ വേർഡ്. അദ്ദേഹം വളരെ ഹംബിളാണ്. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം വളരെ ഹംബിളാണ്, വളരെ വിനയമുള്ളവനാണ്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ഹി ഈസ് ഹംബിൾ ഇൻ ട്രൂ സെൻസ് ഓഫ് ദ വേർഡ്. ദ ഡോക്ടർ ഈസ് എ ഗോഡ് ഇൻ ദ ട്രൂ സെൻസ് ഓഫ് ദ വേർഡ്. അക്ഷരാർത്ഥത്തിൽ ഈ ഡോക്ടർ ഒരു ദൈവമാണ്. ദിസ് ഡോക്ടർ ഈസ് എ ഗോഡ് ഇൻ ദ ട്രൂ സെൻസ് ഓഫ് ദ വേർഡ്. ഈ ഡോക്ടർ ഒരു ദൈവമാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ദൈവമാണ് ഈ ഡോക്ടർ. അടുത്തത് പറയുന്നത്, നമ്മൾ ഇടയ്ക്കൊക്കെ പറയാറില്ലേ, ഞാൻ രണ്ട് മനസ്സിലാണ്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്, ഏത് തെരഞ്ഞെടുക്കണമെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ പറയുമല്ലോ. അതാണ് ടു മൈൻഡ്സ് ഓവർ. അതിന് പറയുന്നത് ടു മൈൻഡ്സ് ഓവർ. അപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തത്ര കൺഫ്യൂഷൻ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ആം ഇൻ ടു മൈൻഡ്സ് അബൌട്ട് ഹെർ. അവളെ കുറിച്ചുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണെന്നാണ് അതിന്റെ അർത്ഥം. ആ ഒരു സെന്റൻസ്, ആ ഒരു അവസ്ഥ മുഴുവനായിട്ട് ഞാൻ പറയാം. ഷീ സീംസ് വെൽ ക്വാളിഫൈഡ്. അവളെ നല്ല ക്വാളിഫൈഡ് ആയിട്ടാണ് തോന്നുന്നത്. ബട്ട് ഷീ ഡസൻ ഹാവ് മച്ച് എക്സ്പീരിയൻസ്. പക്ഷെ അവൾക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. സോ ഐ ആം ഇൻ ടു മൈൻഡ്സ് ഓവർ ഹെർ, അല്ലെങ്കിൽ സോ ഐ ആം ഇൻ ടു മൈൻഡ്സ് അബൌട്ട് ഹെർ, അങ്ങനെയും പറയാം. അപ്പോ സെന്റൻസ് ശ്രദ്ധിക്കുക. ഷീ സീംസ് വെൽ ക്വാളിഫൈഡ്. അവളെ വെൽ ക്വാളിഫൈഡ് ആയിട്ട് തോന്നുന്നു. ബട്ട് ഷീ ഡസൻ ഹാവ് മച്ച് എക്സ്പീരിയൻസ്. പക്ഷെ അവൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ല. സോ ഐ ആം ഇൻ ടു മൈൻഡ്സ് ഓവർ ഹെർ. അതുകൊണ്ട് എനിക്ക് അവളുടെ കാര്യത്തിൽ രണ്ട് മനസ്സായിട്ടാണ് നിൽക്കുന്നത്. അവളെ ഈ ഒരു ജോലിക്ക് തെരഞ്ഞെടുക്കണോ വേണ്ടയോ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് രണ്ട് മനസ്സായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ഒരു എക്സാമ്പിൾ കൂടി ശ്രദ്ധിക്കുക. I was in two minds whether or not come in this morning. ഇന്ന് രാവിലെ വരണോ വേണ്ടേ എന്ന് ഞാൻ രണ്ട് മനസ്സിലായിരുന്നു. I was in two minds. ഞാൻ രണ്ട് മനസ്സിലായിരുന്നു. Whether or not to come this morning. ഞാൻ ഇന്ന് രാവിലെ വരണോ വേണ്ടേ എന്നുള്ള രണ്ട് മനസ്സിലായിരുന്നു. അടുത്തത് in the short run എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ കാലയളവ്, ഷോർട്ട് ഡ്യൂറേഷൻ, അങ്ങനെയൊക്കെ പറയുമല്ലോ. ആ കുറഞ്ഞ കാലയളവിനുള്ളിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇൻ ദ ഷോർട്ട് റൺ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഡോണ്ട് എക്സ്പെക്ട് ഗ്രേറ്റ് സക്സസ് ഇൻ യുവർ ബിസിനസ് ഇൻ ദ ഷോർട്ട് റൺ. ഡോണ്ട് എക്സ്പെക്ട്, പ്രതീക്ഷിക്കരുത്. എന്ത് പ്രതീക്ഷിക്കരുത്? ഗ്രേറ്റ് സക്സസ്, വലിയ വിജയം പ്രതീക്ഷിക്കരുത്. ഇൻ യുവർ ബിസിനസ്, നിങ്ങളുടെ ബിസിനസ്സിൽ. ഡോണ്ട് എക്സ്പെക്ട് ഗ്രേറ്റ് സക്സസ് ഇൻ യുവർ ബിസിനസ്, നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ വിജയം പ്രതീക്ഷിക്കരുത്. ഇൻ ദ ഷോർട്ട് റൺ, ചുരുങ്ങിയ കാലയളവിൽ. ചുരുങ്ങിയ കാലയളവിൽ നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ വിജയം പ്രതീക്ഷിക്കരുത്. ഡോണ്ട് എക്സ്പെക്ട് ഗ്രേറ്റ് സക്സസ് ഇൻ യുവർ ബിസിനസ് ഇൻ ദ ഷോർട്ട് റൺ. അടുത്തൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ഇറ്റ്സ് നോട്ട് എ ലോങ് ടേം സൊല്യൂഷൻ. ഇറ്റ് ക്യാൻ സേവ് മണി ഇൻ ദ ഷോർട്ട് റൺ.
ഇറ്റ്സ് നോട്ട് എ ലോങ് ടേം സൊല്യൂഷൻ. ഇതൊരു നീണ്ടകാല പരിഹാരമല്ല. ഇറ്റ് ക്യാൻ സേവ്. ഇത് സേവ് ചെയ്യാൻ കഴിയും. മണി, പണം സേവ് ചെയ്യാൻ കഴിയും. ഇൻ ദ ഷോർട്ട് റൺ, ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പണം സേവ് ചെയ്യാൻ കഴിയും. ഇറ്റ്സ് നോട്ട് എ ലോങ് ടേം സൊല്യൂഷൻ. ഇറ്റ് വിൽ സേവ് മണി ഇൻ ദ ഷോർട്ട് റൺ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.